സിനിമയിലോട്ടുള്ള വഴി അച്ഛൻ ഭയങ്കരമായി സിനിമ കാണുന്നതല്ല നാടകമൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എൻ്റെ ഭാഗമായിട്ട് പുള്ളി നിർബന്ധപൂർവ്വം പല സിനിമകളെ കാണിച്ചിട്ടുണ്ട്. വീഡിയോ വണ്ടി വരുന്ന പഴയ ചാപ്പ അല്ല അത്തരം നാഷണൽ അവാർഡ് കിട്ടിയ അല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പറയുന്ന ബെൻസർ ഓട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ വീട്ടിൽ ബാപ്പ ഒരു പഴയ പാർട്ടിക്കാരനായതുകൊണ്ട് വീട്ടിൽ അന്നത്തെ പഴയ ആൾക്കാർക്കറിയാം സോവിയറ്റ് യൂണിയനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്ന പഴയ എല്ലാ പുസ്തകങ്ങളും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പക്ഷേ അവർ വായിച്ചു വളർന്നുകൊണ്ടാവാം. പക്ഷെ സിനിമ എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു സ്വപ്നമൊന്നുമില്ലായിരുന്നു. എല്ലാവരെ കണക്കും ചെറുപ്പത്തിൽ ഫെയിമൊക്കെ ആഗ്രഹമാണ്, നടനാവണമെന്ന് തോന്നാത്ത ആരും ഉണ്ടാവില്ല ആ പ്രായത്തിലൊക്കെ. അതൊക്കെ പിന്നീട് വിട്ടുപോയി. പിന്നീട് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ ഒന്നും ഞാൻ എൻ്റെ സ്റ്റേജിൽ കയറിയിട്ടുള്ള ആളല്ല. ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ ഒരു എഴുത്തിനോ ഒന്നും കയറിയിട്ടുള്ള ആളല്ല. പിന്നീട് പോലീസ് വന്നപ്പോൾ എൻ്റെ ക്യാമ്പ് ജീവിതങ്ങൾ ഭയങ്കര രസകരമായിരുന്നു. എല്ലാ സമയവും സുഹൃത്തുക്കളും എല്ലാവരും ലോക്കൽ പോലീസിലോട്ട് വന്നു. അവിടെ തൊട്ടാണ് എനിക്ക് പ്രശ്നം തുടങ്ങിയത്. കാരണം ഞാൻ പഠിച്ചത് സർക്കാരിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷോ അറിയില്ല, മലയാളം അറിയില്ല. കാരണം ഞാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കേസ് എഴുതേണ്ടി വരും. ഞാൻ എൻ്റെ കൈയക്ഷരവും അക്ഷരത്തെറ്റും വെച്ച് കേസ് എഴുതിയാൽ ചിലപ്പോൾ ജഡ്ജ് എന്നെ തൂക്കിക്കൊണ്ടു എന്നുള്ള ബോധമില്ല. അപ്പോൾ അതിൽ നിന്നൊരു രക്ഷപ്പെടൽ എന്ന് പറയുന്നതാണ് ശരിക്കും സിനിമ എന്ന് പറയുന്ന ഒരു ചിന്തയിലോട്ട് തന്നെ എത്തിച്ചത്. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, സാമ്പത്തികമായിട്ട് മറ്റൊരു ബിസിനസ് തുടങ്ങാൻ അറിയില്ല. പോലീസ് ജോലി വിടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. കാരണം ഡെയിലി എന്തിനാണ് നമ്മൾ ഈ നാട്ടിലെ ട്രോമ കാണുന്ന ഒരു ചിന്തയുണ്ടായി. രണ്ടും പിന്നെ കേസ് എഴുതേണ്ടി വരുന്ന ഭയമുണ്ടായി. അപ്പോൾ ആ സമയത്തുള്ള ചിന്തകളാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ സിനിമയിലോട്ട് വരാനാണ് ഏറ്റവും എളുപ്പം. അത് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടത് തിരക്കഥാകൃത്താവുന്നതായിരുന്നു. കാരണം ബാക്കി ആരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടാണ്. തിരക്കഥാകൃത്തിന് മാത്രമാണ് സിനിമയിൽ ഏറ്റവും എളുപ്പം എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്ര ഒരു ചിന്തയിൽ ഒരു തിരക്കഥ എഴുതി അതുമായി കുറേ പുറകെ നടന്നു. സ്വാഭാവികമാണ്. ഇപ്പം എനിക്ക് വരുമ്പോഴും ഞാൻ പറയും ദൈവത്തെ ഓർത്ത് കഥ പറയരുത്, ഞാൻ വേറെ പടം എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന എല്ലാ മറുപടി എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ ഞാൻ പറയുന്ന കണക്ക് പോലീസുകാർ ഞങ്ങളുടെ ക്യാമ്പിലെ പോലീസുകാരെല്ലാം കൂടെ ചേർന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നീടാണ് എനിക്കൊരു സംവിധായകൻ, ഞാൻ ആദ്യം എഴുതിയ കഥ പുള്ളി വായിച്ചു. പിന്നീട് ഒരു നടൻ വന്നു. അന്ന് അദ്ദേഹം അത്ര സക്സസ് ആയിട്ടില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം സക്സസ് ആയിരുന്നു. പുള്ളി അത് നെറ്റിഷ് എഴുതി കഥയായിരുന്നു. അത് വിട്ടു. അന്ന് അത് വായിച്ച സംവിധായകനാണ് എന്നോട് പറഞ്ഞത് നിങ്ങളൊരു കുറ്റാന്വേഷണം എഴുതാൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ സിനിമയിൽ വന്നതിൻ്റെ പ്രധാന കാര്യം കലാകാരനായിട്ടല്ല, സാമ്പത്തികം തന്നെയായിരുന്നു എൻ്റെ മോട്ടീവ്. അത് എപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഒരു കുറ്റാന്വേഷണം എഴുതാമെന്ന് പറയുന്ന ചിന്തയിലാണ് ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കണക്കാണ് നിലവിലെ മലയാള സിനിമകൾ ഡീൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ പറയണമെന്ന് ആഗ്രഹിച്ചു. എല്ലാ സിനിമയിലും പോലീസുകാരൻ എല്ലാം കണ്ടുപിടിച്ചിട്ട് വന്ന് ലാസ്റ്റ് മൊമെൻറ്റ് വന്ന് ആരും കാണാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം വരുന്ന റിട്ടയർഡ് ആക്കി. എനിക്ക് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സീൻ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇയാളെന്ത് കേസ് അന്വേഷിക്കണമെന്ന് നോക്കിയപ്പോഴാണ് മലയാള സിനിമ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കണ്ട എനിക്കറിയില്ല, ഞാൻ കണ്ടതിൽ ഒരു 90% സിനിമകളോളം കുറ്റാന്വേഷണ സിനിമകൾ ഡീൽ ചെയ്തിരിക്കുന്ന അവിഹിതത്തിലുള്ള കൊലപാതകമാണ്. അപ്പം ആ അവിഹിതം വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആവശ്യമായി വന്നൊരു ന്യൂസാണ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഓർഗൻ മാറ്റി കാശ് കൊടുത്തത്. വെല്ലൂർ വെച്ച് സർജറിക്ക് ശേഷം ആ പെൺകുട്ടിക്ക് എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ടായ കുട്ടി മരിച്ചുപോയ വാർത്ത കിട്ടും. അപ്പോൾ തോന്നിയൊരു ചെറിയൊരു സംശയമാണ് ഇനി മാറ്റി വെച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മൾ അങ്ങനെ അറിയും. അപ്പോൾ ആ ചിന്തയെന്നുണ്ടായതാണ് ജോസഫ്. അങ്ങനെ ആ സിനിമ വന്നു. രണ്ടാമത്തെ സിനിമ നായട്ടെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്കാണ്. ക്യാമ്പിലിരിക്കുമ്പോൾ എൻ്റെ ട്രെയിനിങ് വന്ന സീനിയറായ ഒരു പോലീസുകാരൻ ഒരു ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് ഇറങ്ങിയപ്പോൾ പുറത്ത് വെച്ചവർക്ക് സംഭവിച്ച 2 ദളിത് കുട്ടികളാണ് ആക്സിഡന്റ് മരിച്ചത്. പോലീസുകാർ വരുന്നത് ശരിക്കും ഒരു ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇവരെ പ്രതികളാക്കി അവരെ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. വർഷങ്ങളോളം എനിക്കൊന്ന് മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു. പിന്നെ ഹൈക്കോടതിയിലൊക്കെ പോയിട്ടാണ് അവർ തിരിച്ചു വന്ന് വരുമ്പോൾ ആ ഇൻസിഡന്റ് പുള്ളി പറയുന്നത് എനിക്കൊക്കെ കഥയാക്കണേ ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറയും പുള്ളി കാരണമാണ് എനിക്കൊരു നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. അങ്ങനെ വന്നു. പിന്നീട് ഈ പറയുന്ന സിനിമയിൽ വന്ന നിലവിള പുഞ്ചിറ എന്ന് പറയുന്നത് അടുത്ത മോഹമാണല്ലോ. എല്ലാ സ്റ്റെപ്പിലും എല്ലാവരുടെയും ലക്ഷ്യം നമ്മളെവിടെ പണിയെടുക്കുന്നു അതിൻ്റെ ടോപ്പിലോട്ടെത്തുന്നുള്ളതാണ്. അപ്പോൾ ആ ആഗ്രഹം തന്നെയാണ് സംവിധായകനാകാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ സംവിധായകനാകാൻ വലിയൊരു സിനിമ ചെയ്യേണ്ട, എന്നെക്കൊണ്ട് ഈ പണി പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നടത്തിയ ഏറ്റവും ചെറിയ ശ്രമമാണ് നിലവിള പുഞ്ചിറ. ഇതാണ് എൻ്റെ സിനിമാ ജീവിതം.